ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോഴ്സിനെ പറ്റിയാണ്. നമ്മുടെ ഫേസിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഒത്തിരി പോഴ്സ് ഉള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പോഴ്സ് എന്തിനാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷൻ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ പോഴ്സ് എന്നുള്ളത്. പക്ഷെ ചിലർക്കത് ഒത്തിരി വലുതായിട്ടും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ പോഴ്സ് ഉണ്ടാവുന്നത് എന്നാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഓയിൽ പ്രൊഡക്ഷൻ കൊണ്ട് നമ്മുടെ പോഴ്സ് ഉണ്ടാവാം. അതായത് ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോഴ്സ് വലുതാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏജിങ് കൊണ്ടും ഈ പോഴ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ, എലാസ്റ്റിൻ ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടും നമ്മുടെ ഫേസിൽ പോഴ്സ് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. സൺ ഡാമേജ് കൊണ്ടും ഈ പോഴ്സ് എൻലാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ സൺ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് സ്കിന്നിലുള്ള ഫേംനെസ് നഷ്ടപ്പെടുന്ന വഴിയായിട്ട് സ്കിന്നിൽ ഈ പോഴ്സ് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും സ്കിന്നിൽ പോഴ്സ് വലുതാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരിക്കലും ഈ പോഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഷ്രിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ആ ഒരു പോഴ്സ് നമുക്ക് അവിടെ വേണം. പക്ഷെ നമുക്കിതിനെ ഒരു വലിയ പോഴ്സിനെ ഒന്ന് ചെറുതാക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് എലാസ്റ്റിൻ, കൊളാജിൻ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ പോഴ്സിൻ്റെ എൻലാർജ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. ഈ പോഴ്സിൻ്റെ എൻലാർജ്മെൻറ്റ് കുറയ്ക്കാനുള്ള ഒരു നാച്ചുറൽ വേ എന്ന് പറയുന്നത് ഈ ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് കുറേ സമയമൊന്നും അതിൻ്റെ റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. ചിലം കഴിയുമ്പോൾ തന്നെ അത് പഴയ രൂപത്തിലാവും. പിന്നെ ഒരു നല്ല സ്കിൻ കെയർ റുട്ടീനിൽ കൂടെ നമുക്കൊരു പരിധി വരെ പോഴ്സിൻ്റെ എൻലാർജ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ളതും നോൺ കൊമീഡോജെനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ നമ്മുടെ AM റുട്ടീനിലും PM റുട്ടീനിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോഴ്സ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് സൺ പ്രൊട്ടക്ഷനാണ്. ഒരു ബ്രോഡ് സ്പെക്ട്രം ഉള്ള ഒരു സൺ ബ്ലോക്ക്, അതായത് സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. AHA BHA പോലത്തെ കെമിക്കൽ പീൽസ് യൂസ് ചെയ്തുകൊണ്ടും നമ്മുടെ സ്കിന്നിലുള്ള ഈ പോഴ്സിൻ്റെ എൻലാർജ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്കതിനെ മിനിമൈസ് ചെയ്ത് നിർത്താൻ പറ്റും. ഈ സിറംസ് നോക്കുകയാണെങ്കിൽ നിയാസിനമൈഡ്, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ് ഇങ്ങനെയുള്ള സെറംസ്, ആക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് പോഴ്സിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ പറയുന്ന ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടതാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലേസർ തെറാപ്പി, മൈക്രോ നീഡ്ലിംഗ്, അതുപോലെ റെഡ് ലൈറ്റ് തെറാപ്പി, ഇതൊക്കെ ഈ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ഫങ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പോഴ്സ്. അപ്പം നമ്മൾ അതിനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്നതാവും നല്ലത്. പക്ഷേ ഇൻ കേസ് നമുക്കതൊരു വലിയ കൺസേണായി മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.